ചിക്കൻ പെരട്ടിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പിയാണിന്ന്. അതിനായിട്ട് ഞാനിവിടെ 300 ഗ്രാം ബോൺലെസ് പീസസ് എടുത്തിരിക്കുന്നത്. ബോൺലെസ് പീസസ് ആണ് ഈ റെസിപ്പിക്ക് നല്ലത് കേട്ടോ. ചിക്കൻ കുറച്ചൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അതിനായിട്ട് ആവശ്യത്തിന് ഉപ്പും 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പുളിക്ക് ആവശ്യമായിട്ടുള്ള നാരങ്ങാനീരും ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ റെസിപ്പിക്കകത്ത് തക്കാളി ഇതൊന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുളിക്ക് എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം, ഈ റെസിപ്പിക്ക് എത്രയാണോ പുളി ആവശ്യം അതിനനുസരിച്ച് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കണേ. ഇതിനി കുറച്ച് നേരം 1.5 മണിക്കൂർ അവിടെ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഈ റെസിപ്പിക്ക് നല്ല ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കൊച്ചുള്ളിയാണ്. അപ്പോൾ ഈ കൊച്ചുള്ളി അരിഞ്ഞോ അരച്ചോ എടുക്കണ്ട, ഇതുപോലെ നമുക്കൊന്ന് ചതച്ചെടുക്കാമേ. 400 ഗ്രാം ചിക്കന് വേണ്ടിയിട്ട് ഞാനിവിടെ 200 ഗ്രാം കൊച്ചുള്ളി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ അളവിനനുസരിച്ച് മാത്രമേ കൊച്ചുള്ളി എപ്പോഴും എടുക്കാവുള്ളൂ. കൊച്ചുള്ളി കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഡിഷ് അവസാനം ഭയങ്കരമായിട്ട് മധുരിക്കും കേട്ടോ. ഇതുപോലൊന്ന് ചതച്ചെടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ഇതുപോലൊന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നല്ല കുമിച്ച് തന്നെ കൂന കൂട്ടി തന്നെ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി. ഇനി അത് കഴിഞ്ഞ് ആവശ്യത്തിന് പച്ചമുളക് എത്രയാണെന്ന് വെച്ചാൽ എടുക്കണം. എരിക്കനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ എടുത്താൽ മതി. നമ്മൾ ഇതിനകത്ത് മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അതിന് പകരമുള്ള ഐറ്റംസിൽ ഒന്നാണ് ഈ പച്ചമുളക് എന്ന് പറയുന്നത്. അപ്പം ഞാനിത് എൻ്റെ പച്ചമുളകിന് എരി അത്യാവശ്യത്തിനേ ഉള്ളൂ. അതുകൊണ്ട് 4-5 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാനായിട്ട്. നല്ലപോലെ വഴണ്ടി കഴിയുമ്പോൾ ഉള്ളി നന്നായിട്ട് കുറയും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ എടുക്കുന്നത് എത്രയാണോ അതിനോട് അടുപ്പിച്ച് തന്നെ ഈ കൊച്ചുള്ളി എടുക്കാൻ നോക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് ഇതുപോലെ ലോ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യം ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചപ്പോൾ അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഉള്ളിക്ക് ആവശ്യത്തിന് മാത്രമേ ഉപ്പിടാവൂ, അല്ലെങ്കിൽ രണ്ടും കൂടെ ഒരുപാട് കൂടി പോവേ. ഇനി ഇത് അടച്ച് വെച്ച് ഇത് നന്നായിട്ടൊരു 80% എങ്കിലും കുക്ക് ചെയ്തെടുക്കുക. കുക്ക് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഈ ചിക്കനിൽ വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ഇതേപോലൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും അത് ഇരിക്കുന്നത്. ഇനി ഇതെന്ത് വേണമെന്ന് വെച്ചാൽ ഇനി ഇത് അടയ്ക്കാതെ ഇതിൻ്റെ വെള്ളം ചെറിയ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി പറ്റിച്ചെടുക്കണം. ഒരുപാടിട്ട് കുത്തി ഇളക്കരുത്. ഓരോ 5 മിനിറ്റ് 10 മിനിറ്റ് കൂടുമ്പോൾ മാത്രം ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ മസാലകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ടിട്ട് ചതച്ച മുളകും കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി ഈ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം നമുക്ക് മാറ്റിയെടുക്കാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയോ പുതിനയിലയോ അല്ലെങ്കിൽ കറിവേപ്പിലയോ ഇടാം. ഞാനിപ്പോൾ ഇവിടെ എന്തായാലും കറിവേപ്പില ഇട്ടിരിക്കുന്നത്. ഇനി ഈ കറിവേപ്പില എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി ഒന്ന് ചൂടാവുന്ന നേരം വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈസി ഒരു റെസിപ്പിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ഇതേ ചിക്കൻ പെരട്ട് തന്നെ നമുക്ക് പല രീതിയിലുണ്ടാക്കാം. ആരും ഒരാൾ കുടംപുളിയിട്ട മീൻകറിയുടെ വീഡിയോയ്ക്കകത്ത് അടുത്ത റെസിപ്പിയായിട്ട് ചിക്കൻ വരട്ടിയത് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിക്കൻ വരട്ടിയത് സാധാരണ എല്ലാവരും ചെയ്യുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് തേങ്ങയൊക്കെ വറുത്ത് പൊടിച്ച് ആ മസാല ഇട്ടുണ്ടാക്കുന്ന ഒരു രീതിയിൽ ഞാൻ ഇതിന് മുന്നേ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് വേറൊരു രീതിയിൽ ചിക്കൻ പെരട്ട് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇത് തന്നെ നമുക്ക് പല വേർഷനിൽ ചെയ്യാം. അത് വഴിയെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഇടാം. ഞാൻ സെർവ് ചെയ്തത് എന്തായാലും ചപ്പാത്തിയുടെ കൂടാണ്. ചപ്പാത്തി, പൊറോട്ട ഇതിൻ്റെയൊക്കെ കൂടാണ് എനിക്ക് ഈ ചിക്കൻ പെരട്ട് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത്. ഈ ചപ്പാത്തി ഇത്രയും സോഫ്റ്റ് ആയത് എങ്ങനെയാണെന്ന് ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ സെർവിങ് വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റമാണ്. വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കുന്ന ഗോതപ്പൊടി അതുകൊണ്ടുണ്ടാക്കിയ ചപ്പാത്തി കേട്ടോ. അതുകൊണ്ടാണ് അത്രയും സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്. മാത്രമല്ല നമ്മൾ ഉണ്ടാക്കുന്ന രീതിയും കൂടെ കൊണ്ടാട്ടോ. അപ്പം ആ പൊടി വെച്ച് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ഉണ്ടാക്കുന്നത് മറ്റൊരു വീഡിയോയിലിടാം. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ബൈ.